അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇന്ന് നമ്മുടെ ഖാൻ കരിക്കോട് സാറിന്റെ ക്ലാസ്സിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് നേടുന്നുണ്ട്. അൽഹംദുലില്ലാഹ് 500ഓളം എപ്പിസോഡ് നമ്മൾ ഇടുന്നതിൽ ഏകദേശം 50ഓളം എപ്പിസോഡ് കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സാറിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, സാറേ, ഈ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇണകൾ തമ്മിൽ, അതെ, പ്രത്യേകിച്ച് ഭാര്യയോട് ഭർത്താവിന് നീരസം ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ. അഭിചാരിതമായിട്ടുണ്ടാവുന്നതായിരിക്കാം, അല്ല അറിഞ്ഞുകൊണ്ടുണ്ടാവുന്നതായിരിക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ഇതിനെ കത്തുന്നത് നമുക്കൊരു മുക്തി നേടാനുള്ള മാർഗം എന്താണ്? സാധാരണഗതിയിൽ ഈ നീരസം ഉണ്ടാകുന്നത് പലതും തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. അതെ അതെ അതെ. തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഈ സംശയങ്ങളിൽ നിന്നാണ്. എന്തിൻ്റെ ഒരു സംശയം ഉണ്ടാവും. അതെ. ഇപ്പോൾ വേറെ എക്സാമ്പിള്, ഫോൺ എടുത്ത് വെച്ചപ്പോൾ അവർ വിളിക്കുന്നു, അങ്ങനെ അവിടെ മാറി നിന്നായിരിക്കും വിളിക്കുന്നത്. വിളിച്ചിട്ട് ഉടനെ പെട്ടെന്ന് എടുത്ത് നോക്കി, എടുത്തപ്പോൾ ഉടനെ മനസ്സിലായി നിസ എന്ന് കണ്ട്. ആരായി നിസ? ആരാ? ഭർത്താവിനോട് ചോദിക്കും. തിരിച്ച് ഭാര്യയാണെങ്കിൽ ആരാണ്? ഭാര്യയോട് നിസാർ ആരാ? മനസ്സിലായില്ലേ? നീ എന്തോ പേര് മാറ്റിയിട്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരം. നിങ്ങൾ എന്തിനാ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ബാത്റൂമിലോട്ട് പോയി? നീ എന്തോ അവിടെ ഒളിച്ചു വെച്ച് സംസാരിച്ചേ, മൂളിക്കൊണ്ട് സംസാരിച്ച്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. യഥാർത്ഥത്തിൽ ഈ വേറൊരു എന്തെങ്കിലും കാര്യം പറയുന്നത് മറ്റൊരാൾ അറിയണ്ടെന്ന് വിചാരിച്ചായിരിക്കും പറയുന്നത്. പിന്നെ 100 ചോദ്യങ്ങളും സംശയങ്ങളും ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ സംശയം വരുന്നതോടുകൂടി എന്ത് പറ്റും? അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുമ്പം ഇവരും ചൂടാവും. ആരാ? ഭാര്യയായാലും ഭർത്താവായാലും ചൂടാവും. തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ വരുന്നതോടുകൂടി ആ ട്രസ്റ്റ് എന്ന് വെച്ചാൽ വിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ പരസ്പര വിശ്വാസമില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ പ്രശ്നമായി പോകും. അപ്പോൾ അത് വഴിതെറ്റിപ്പോകാം. ഇങ്ങനെ ചെറിയ സംശയങ്ങളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ എന്ത് വേണം? ഇത് വിവരമറിയാനാണ് ഒരു ചോദ്യമെങ്കിൽ, ആരാ വിളിച്ചതെന്ന് അറിയാനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കൂടുതലായ ഒരു അന്വേഷണം, എന്നെ വിശ്വാസമില്ല എന്നാൽ പിന്നെ ഞാനും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടൊന്നും ഇരിക്കേണ്ട. അവിടെ നീരസം തുടങ്ങുന്നു. അവിടെ എന്തായാലും ഏത് ചോദ്യം ചോദിച്ചാലും ഒരു വ്യക്തിയുടെ, തൻ്റെ പങ്കാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത്. അവർ ചിലപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി അറിഞ്ഞ ശേഷം മാത്രമേ കുറ്റപ്പെടുത്തരുത്, ഒന്നിലും കുറ്റപ്പെടുത്താൻ ഒരുങ്ങാവൂ. അപ്പം ഏതാണ്? അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആഗ്രഹിച്ച് വരും, എനിക്ക് ഈ ഷർട്ടൊന്ന് തേച്ചതാ എന്ന് ഭാര്യയോട് പറയുന്നു. ഞാൻ തേച്ചാലേ നിങ്ങൾ ഇടത്തോളം, നിങ്ങൾക്ക് എന്താ തേച്ചാൽ? ചിലപ്പോൾ അത്യാവശ്യത്തിനായിരിക്കും അദ്ദേഹം പറയുന്നത്, നീ ഈ ഷർട്ടൊന്ന് തേച്ച് തന്നേരെ എന്ന് പറയുന്നത്. അപ്പം എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കലാണോ നിങ്ങളുടെ പണി? വീട്ടിലെ എല്ലാ അടുക്കളപ്പണിയെല്ലാം ഞാൻ ചെയ്യണം, പിന്നെ നിങ്ങൾ ഷർട്ട് കൂടെ തേച്ച് തരണോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അത്യാവശ്യങ്ങൾക്കായിരിക്കാം. അപ്പം ആ ആവശ്യങ്ങൾ മനസ്സിലാണ്. അല്ലെ ഇതൊന്ന് അരിഞ്ഞ് തന്നേരെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടുക്കളപ്പണി എൻ്റെ പണിയാണോ എന്നല്ല. അപ്പോൾ ആ സന്ദർഭം അറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ ഈ ചില സ്ത്രീകൾക്കുണ്ടല്ലോ ഫെമിനിസം എന്നാണ് ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത്. സ്ത്രീ എപ്പോഴും അങ്ങ് ഉയർന്നു നിൽക്കണം എന്നുള്ള ആ ഭാവനയല്ല. എൻ്റെ പങ്കാളിയാണ്, അവിടെ ചേരിതിരിവില്ല. ഇന്ന പണിയെ ഇന്ന ആൾ ചെയ്യാവൂ എന്നുള്ളതല്ല. ഏത് പണിയും ആരോ ചെയ്യാം. അത് ആ സന്ദർഭവും ആ സാഹചര്യത്തിൻ്റെയും പ്രാധാന്യം അനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴെന്താവും? വിശ്വാസം ഉണ്ടാവും, പങ്കാളി നീരസം ഉണ്ടാവില്ല. പരസ്പരം സ്നേഹം ഉണ്ടാകും. നീരസത്തിന്റെ സ്നേഹം വന്നു. അതെ. അവിടെ സന്തോഷത്തുള്ള ഒരു ജീവിതത്തിന് ഒരു തുടക്കമാവും. അതെ. വളരെ സന്തോഷം സാറേ. അൽഹംദുലില്ലാഹ്. അങ്ങനെ ചെറിയ നീരസം എങ്ങനെ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായത്. അൽഹംദുലില്ലാഹ്. വളരെ ഉപകാരപ്പെടുന്ന നമ്മുടെ ഈ ചാനൽ എല്ലാവരിലും എത്തിക്കുക. അല്ലാഹു തആല ഖൈർ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.